നമുക്ക് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിച്ച് സഹായിക്കണം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷം എങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നമുക്ക് അവിടെ നിർത്താം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല വേദഭാഗത്തിനായി സ്തോത്രം. കർത്താവേ, ഇത് ദൈവസഭയ്ക്ക് ആവശ്യമുള്ള ദൂതുകൾ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ അവിടെ ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രകാശനം നൽകിയ ചിന്തകൾ ആത്മനിറവിൽ ശുശ്രൂഷിക്കുവാൻ അടിയന്റെ മേൽ വിശേഷ അഭിഷേകം പകരുമാറാകണമേ. കർത്താവെ, ഞങ്ങൾക്ക് രൂപാന്തരമുള്ളവരായി കർത്താവ് വചനം ഏറ്റെടുത്തവരായി മടങ്ങുവാൻ ദൈവം കൃപ നൽകണം. വചന പ്രകാശന വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര പോരുകളെയും സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിച്ചകറ്റുന്നു. എല്ലാ ബുദ്ധിയുടെ ആലോചനകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, ആത്മനിയന്ത്രണത്തിൽ ഞങ്ങൾ ഏവരും ഇതിനകത്തായിരിക്കുവാൻ കൃപ നൽകുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഇതിനകത്തുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മീറ്റിംഗിന്റെ അവസാനം വരെയും കൂടെ ഉണ്ടാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള വേദഭാഗമായിരിക്കും നാം ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസിന്റെ സ്വാഭാവികമായി പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ ലേഖനമാണ് എന്ന് നമുക്ക് പറയാം കൊരിന്ത്യ സഭയെ സംബന്ധിച്ച്. കാരണം പൗലോസിന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിരിക്കുന്നത് കൊരിന്ത്യ സഭയുടെ രൂപീകരണത്തിന് വേണ്ടിയാണ്. സുവിശേഷ വേലയിൽ താൻ കൊരിന്തിലായിരിക്കുമ്പോൾ മാത്രമല്ല, എഫെസോസിലായിരിക്കുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും ഈ കൊരിന്ത് സഭയെ കുറിച്ചുള്ള ഒരു വലിയ ചിന്താഭാരം തന്നെ വല്ലാണ്ട് അലട്ടുവാനിടയായി. സ്തോത്രം, ആമേൻ. അതുകൊണ്ട് തന്നെ ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ഹൃദയത്തെ നമുക്ക് കാണാൻ സാധിക്കും. താൻ വേറെ സ്ഥലത്തിരിക്കുമ്പോഴും ഈ സഭയിൽ നടക്കുന്ന പല കാര്യങ്ങളോടും ആമേൻ അവരെ ഉപദേശിക്കേണ്ടതിന്റെയും അവരെ ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെയും ഒക്കെ ആവശ്യം തനിക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ആമേൻ അവരെ പ്രബോധിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് പർട്ടിക്കുലറായിട്ട് നാം ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. ആ 2-ാം വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്. സ്തോത്രം, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം എന്ത് ചെയ്തിരിക്കുന്നു. സ്തോത്രം, സ്വാഭാവികമായിട്ട് അങ്ങനെ പറയാൻ സാധ്യതയില്ല. കാരണം പൗലോസ് കൊരിന്തിലുള്ള സഭയെ ക്രിസ്തുവുമായി എന്ത് ചെയ്തിരിക്കുന്നു? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ പറയാൻ കാരണം എന്താ? എനിക്കറിയാം, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളിൽ പലരും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, മിക്കവരും, എല്ലാവരും ഇല്ലെങ്കിൽ പോലും വിവാഹ നിശ്ചയത്തിലേക്ക് ഏർപ്പെടുത്തി കൊടുത്തവരാ, അല്ലെ? സ്തോത്രം. വിവാഹത്തിന് മുമ്പ് ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ വിവാഹത്തിനും എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പ്, ഒരു കുറച്ച് മാസങ്ങളോ ആഴ്ചകളോ ഉണ്ടെന്നിരിക്കട്ടെ. ആ സമയത്ത് മാതാപിതാക്കൾ വളരെ പ്രൗഡോടുകൂടി വളരെ അഹങ്കാരത്തോടുകൂടി ഒക്കെ പറയാറുണ്ട്, ഞാൻ എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മകളെ വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തു. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അച്ചീവ്മെന്റ് ആണ്, ഒരു ഇംപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് സ്വന്തം മകനെയോ മകളെയോ ഒരു എൻഗേജ്മെന്റിലേക്ക് എത്തിച്ചു എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ അത് പിതാവ് അഭിമാനത്തോടെ പറയുന്ന ഒരു പ്രസ്താവനയാണ്, എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഞാൻ എന്ത് ചെയ്തു? വിവാഹ നിശ്ചയം ചെയ്തു കൊടുത്തു എന്നുള്ളത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഒത്തിരി ഗുരുക്കന്മാരുണ്ട് എങ്കിലും, ആമേൻ, 10,000-കണക്കിന് ഗുരുക്കന്മാരുണ്ട് എങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ ക്രിസ്തുവിൽ സുവിശേഷ മുഖാന്തരം വീണ്ടും ജനിപ്പിച്ചത്. സ്തോത്രം. കൊരിന്ത് സഭയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോടുകൂടി
ജനിച്ച അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ജനിപ്പിച്ച ഒരു ഉത്തരവാദിത്വം അപ്പോസ്തലനായ പൗലോസ് ഏറ്റെടുത്തിട്ട് പറയുന്നു, നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും ഞാൻ ഒരു പിതാവിനെ പോലെയാണ്. ഞാൻ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചപ്പോൾ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാനായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. അത് മനസ്സിൽ വെച്ചിട്ട് താൻ പറയുകയാണ്, എങ്ങനെയാ നിർമ്മല കന്യകയായി ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ചിന്ത വേഗത്തിൽ ആരംഭിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഒത്തിരി പരാമർശങ്ങൾ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കന്യകയെ അല്ലെങ്കിൽ മണവാട്ടിയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഒത്തിരി പ്രാവശ്യം അത് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിവാഹം വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം സ്വാഭാവികമായിട്ട് ഒരു ബ്രൈഡ് അല്ലെങ്കിൽ ബ്രൈഡ് ഗ്രൂം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ്, അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വൈഫ് എന്നുള്ള ഒരു പൊസിഷനിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. സഭ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണവാട്ടി അല്ലെങ്കിൽ ഒരു കന്യക എന്ന് പറയുന്ന ഒരു പദവിയിൽ ഇരിക്കുകയാണ്. കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ, ഒരു എഗ്രിമെന്റിൽ നാം ജീവിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് പറയുന്നു, ഈ ഒരു ബന്ധത്തിൽ ഫ്യൂച്ചറിൽ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇന്നേ ഒരുങ്ങുന്ന ഒരു സ്റ്റേജിലാണ് ദൈവസഭ ഇരിക്കുന്നത്. സ്തോത്രം. ഇവിടെ എല്ലാം കൊണ്ട് കഴിഞ്ഞതായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പ്രത്യുത നിത്യതയിൽ ദൈവവുമായിട്ട് എന്നേക്കും വസിക്കുവാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. നമ്മുടെ ആത്മീക രൂപീകരണം, നമ്മുടെ ആത്മീകമായിട്ടുള്ള നിലവാരം, നമ്മുടെ ആത്മീക മെച്ചപ്പെടുത്തലുകളൊക്കെ നിത്യതയിൽ കർത്താവിനോട് ഒരുമിച്ച് വാഴുവാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് നാം ഇവിടെ ദൈവസഭയിൽ ശരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ചെയ്യുന്നത്. സ്തോത്രം. ഒരു വ്യക്തി എൻഗേജ്മെന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ക്രമീകരിക്കാറുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, അത് എന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്ത് ചെയ്യും, എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. സ്തോത്രം. അത് നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ഉത്തരവാദിത്വമാണ് എങ്കിൽ ദൈവസഭയ്ക്കുള്ള ഉത്തരവാദിത്വം ആ ഭവനത്തിലേക്ക് സന്തോഷത്തോടെ പാർക്കുവാനായിട്ട്, ആവലോടെ കാത്തിരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്തൊരു വ്യഗ്രത വേണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ അവസാന ഭാഗത്തേക്ക് വരും. പൗലോസ് പറയുന്ന പദപ്രയോഗങ്ങളുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ നിന്ന് ദൈവസഭയെ പിന്നോട്ട് വലിക്കാൻ പിശാച് പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ, ഈ ലോകത്തിൽ നമുക്ക് ആവശ്യമുള്ള നന്മകൾ, ഇതിനൊക്കെ നാം പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ദൈവസഭയുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ ആത്മീക ഒരുക്കം, സ്തോത്രം, കർത്താവിന്റെ വസിക്കുവാനുള്ള നിത്യതയെ കുറിച്ചായിരിക്കണം. അതിനു വേണ്ടിയ കർത്താവ് നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. Praise the Lord. Hallelujah. പൗലോസ് പറയുന്നു, ഒരു ബന്ധത്തിലേക്ക്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാനായിട്ടുള്ള ആദ്യത്തെ പടിയാണ്, സ്തോത്രം, എൻഗേജ്മെന്റ് എന്നുള്ളത്. അത് അവിടെ കൊണ്ട് നിൽക്കുകയില്ല, അതിനൊരു പൂർത്തീകരണമുണ്ട്. ആ പൂർത്തീകരണമാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ എപ്പോഴും അറിയാമായിരിക്കും, നമ്മളെല്ലാം വിവാഹത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരാ അല്ലേ? സ്വാഭാവികമായിട്ട് വിവാഹവും കല്യാണവും തമ്മിൽ ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റും കല്യാണവും തമ്മിൽ ഏകദേശം 1 year ഗ്യാപ്പ് ഉണ്ട്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ ചെയ്യാറുണ്ട്. ഭർത്താവിന്റെ ഭവനത്തെ കുറിച്ച്, അവരുടെ വീട്ടുകാരെ കുറിച്ച്, അവരുടെ കാര്യത്തെ കുറിച്ച് അറിയുവാനായിട്ട് സ്വാഭാവികമായിട്ട് സഹോദരിമാർക്ക് ആഗ്രഹം ഒത്തിരി കൂടുതലാണ്. എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ രാജ്യത്തെ കുറിച്ച്, ദൈവം ഒരുക്കുന്ന സ്ഥലത്തെ കുറിച്ച് അറിയുവാനും ആഗ്രഹിക്കുവാനുമുള്ള ആവൽ, ഒരു വെമ്പൽ ഒരു ദൈവസഭയിലുള്ള ഓരോ വ്യക്തിക്കും ഉണ്ടാകണം. അപ്പോഴാണ് നാം ഒരു ശരിയായിട്ടുള്ള ദൈവ പൈതലായി മാറുവാനിടയാകും. സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. എന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് വരണം. നിർമ്മല കന്യകയുടെ മറ്റൊരു പ്രത്യേകത, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിലും നിർമ്മലമായ മനസ്സാക്ഷിയിലും എപ്പോഴും തങ്ങളെ തന്നെ കാക്കുന്നവരാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. സിസ്റ്റർ എക്സോർട്ടേഷൻ കൊടുത്തപ്പോൾ പറഞ്ഞല്ലോ, അതിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് നിർമ്മലമായി
അവൻ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിനും അനുസരണത്തിനും വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കുവാനായി തങ്ങളെ തന്നെ സൂക്ഷിച്ചൊരുക്കുന്നവരാണ് ദൈവസഭയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആരാണ് നമ്മെ ഭരിക്കുന്നത്? ആരാണ് നമ്മെ നിയന്ത്രിക്കുന്നത്? ആരുടെ വാക്കാണ് നാം അധികം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത് എന്ന് നോക്കിയാൽ തന്നെ നമ്മുടെ ആഗ്രഹവും നിലപാടും എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയ ഒരുവനുണ്ട്. അവന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ, യേശുവിന്റെ ശബ്ദം നിരന്തരം കേൾക്കുവാൻ, അവനെ ഹൃദയത്തിനകത്ത് ധ്യാനിക്കുവാൻ, യേശുവിന് വേണ്ടി എന്റെ സ്നേഹം മുഴുവനും അവന് വേണ്ടി എന്ന് പാടുക മാത്രമല്ല, അതിൽ ജീവിക്കുവാനായി തയ്യാറെടുത്തിരിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. അങ്ങനെ ഉള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മണവാട്ടിയുടെ മറ്റൊരു പ്രത്യേകത ഇതാണ്. സ്തോത്രം. ഹല്ലേലൂയ. കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരു മണവാട്ടിയെ ചേർക്കാൻ, അല്ലേ? സ്തോത്രം. 10 കന്യകമാരുടെ ചരിത്രം ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേഷം കൊണ്ടോ ഭാഷ കൊണ്ടോ സംസാരം കൊണ്ടോ രീതി കൊണ്ടോ ആരാധന കൊണ്ടോ പാട്ടുകൊണ്ടോ മണവാട്ടിയെ തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരു കാലഘട്ടത്തിൽ ആ പെന്തക്കോസ്ത് സഭ വന്നിരിക്കുന്നത്. സ്തോത്രം. എല്ലാവരും പാടാറുണ്ട്, എല്ലാവരും വസ്ത്രം ധരിക്കാറുണ്ട്. ഇത് തിരിച്ചറിയുന്നത് ബുദ്ധി കൊണ്ട് മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം, 10 കന്യകമാർ എങ്ങനെയാ കാത്തിരുന്നത്? എല്ലാവരും മണവാളിന് വേണ്ടി കാത്തിരുന്നു. എല്ലാവരുടെയും ഡ്രസ് ഒരുപോലെയായിരുന്നു, ഒരേ ഡ്രസ് കോഡുള്ളവരായിരുന്നു, ഒരേ ഉദ്ദേശത്തോടെ കാത്തിരുന്നു. പക്ഷെ ബുദ്ധിയുള്ളവർ മണവാളൻ വരുന്നത് വരെയും കാത്തിരിക്കുവാൻ വേണ്ടി കരുതലുള്ളവരായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലരും കാത്തിരിക്കുന്നത് കുറെ ഭൗതിക നേട്ടങ്ങളൊക്കെ വല്ലാണ്ടൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ, സ്തോത്രം, പഴയ ആ ഒരു ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റിൽ നിന്ന് മാറി വഴുതി പോകുമ്പോൾ അവിടെയാണ് മണവാളൻ ഏത് സമയത്ത് വന്നാലും അവനെ എതിരേൽക്കുവാനായി അവനോട് കാത്തിരിക്കുന്ന ബുദ്ധിയുള്ളവരായി, എണ്ണ നിറഞ്ഞവരായി, അഭിഷേകത്തിന് നിറവുള്ളവരായി, ദീപം കത്തിക്കൊണ്ടിരിക്കുന്നവരായി, അകത്താത്മാവിന്റെ കനലെരിയുന്നവരായി, പ്രാണപ്രിയന്റെ ശബ്ദത്തിന് വേണ്ടി ഓരോ നിമിഷവും ചെവി ഓർത്തിരിക്കുന്ന ദൈവസഭയെ അകത്ത് കയറ്റുവാനാ കർത്താവ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. നിർമ്മല കന്യകയായി, സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നു. ഈ കന്യകയുടെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. സ്തോത്രം. ഈ കന്യക തങ്ങളെ തന്നെ ഒരുക്കിയിരിക്കുന്നവരാ. സ്തോത്രം. അത് ഞാൻ പറയാതെ പോയാൽ ശരിയാവത്തില്ല. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നത്. സ്തോത്രം. കർത്താവിന്റെ കാന്ത തന്നെ തന്നെ അലങ്കരിച്ചിരിക്കുന്നു. എങ്ങനെയാ? സ്തോത്രം. അവന്റെ കാന്ത തങ്ങളെ തന്നെ ഒരുക്കിയിരിക്കുന്നു. ശുദ്ധയും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം എന്താണ്? വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ്. സ്തോത്രം. ആമേൻ. നമ്മുടെ ഡ്രസ് കോഡ് അല്ല ഇവിടെ വിഷയം. സ്തോത്രം. നമ്മൾ എങ്ങനെ നമ്മളെ തന്നെ പുറമേ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം. സ്തോത്രം. കർത്താവ് പറയുന്നു, നമ്മുടെ അഡോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആഭരണങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നീതി പ്രവർത്തികൾ ചെയ്യുന്നതാണ് നമുക്ക് ഭൂഷണമായി കർത്താവ് കർത്താവിന്റെ വരവിൽ തെളിയിക്കുവാനിടയായി തീരുന്നത്. തങ്ങളെ തന്നെ അഡോൺ ചെയ്തിരിക്കുന്നു. എങ്ങനെയാ? നമ്മുടെ സംഭാഷണത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ജീവിതചര്യയിലൂടെ, നമ്മുടെ ആത്മീക സ്വഭാവങ്ങളിലൂടെ യേശു ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തെ നാം വെളിപ്പെടുത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? നമുക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടാവുകയാണ്. അത് പുറമേ ഉള്ളതല്ല, അത് അകമേ ഉള്ള സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വരുന്ന, അകത്തെ മനുഷ്യരിലൂടെ പുറത്തേക്ക് വരുന്ന ഒരു ഭംഗിയുണ്ട്. സ്തോത്രം. അതിനെ ചേർക്കുവാനാ കർത്താവ് വരുന്നത്, കേട്ടോ. സ്തോത്രം. അല്ലാതെ നമുക്കറിയാമല്ലോ, ഇന്നത്തെ ഒക്കെ എന്താ പറയുന്നത്, വിവാഹ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പം എന്താ പറയുന്നത്, ഈവന്റ് മാനേജ്മെന്റ് ഒക്കെ വന്ന്, അതുപോലെ തന്നെ പല രീതിയിലും ഡെക്കറേഷൻസും കാര്യങ്ങളും അലങ്കാരവും മണവാട്ടി ഒരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ ആ സമയം പ്രസന്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, ഒരു ദൈവ പൈതലിന്റെ ശരിയായിട്ടുള്ള വിശുദ്ധീകരണവും അലങ്കാരവും തിരിച്ചറിയുന്നത് അവന്റെ കളർ കണ്ടിട്ടല്ല, കളറിനെ മോടി പിടിപ്പിച്ചിട്ടല്ല, മേന്മയുള്ള വസ്ത്രം ധരിച്ചിട്ടല്ല, വിയർത്ത് നാറി കരിവാളിച്ചിരുന്നാലും വേദപുസ്തകത്തെ മാറോട് പിടിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ദൈവ പൈതലിനെ, സ്വഭാവത്തിൽ യേശുവിന്റെ ക്യാരക്ടർ റിഫ്ലക്ട് ചെയ്യുന്ന ദൈവ പൈതലിനെ
അകത്തുനിന്ന് ദൈവസ്നേഹത്തിന്റെ ആഴം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ദൈവവൈദ്യനെ, അങ്ങനെയുള്ള അലങ്കാരമുള്ളവരെ ചേർക്കുവാനാ യേശു കർത്താവ് വരുന്നത്. അങ്ങനെയുള്ള മണവാട്ടിക്ക് വേണ്ടിയാ കർത്താവ് വില കൊടുത്തത് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്നിട്ട് പറയുന്നു, ആമേൻ, പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിൻ എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ആമേൻ, ആമേൻ, കർത്താവും ഞാനും തമ്മിൽ ഒരു ബന്ധത്തിൽ, ഒരു ഉടമ്പടിയിൽ, ഒരു എഗ്രിമെന്റിൽ എത്തിയിരിക്കുന്നു. അത് ആമേൻ ഡിസോബേ ചെയ്യാൻ, അതിനെ വയലേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും എന്തില്ല, അനുവാദമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് എപ്പോഴറിയാമല്ലോ, ഒരു വിവാഹത്തിന്റെ കാര്യം മാറ്റി നിർത്തൂ. എന്തൊരു എഗ്രിമെന്റ് ആണെങ്കിലും ഒരു പ്രോപ്പർ കോൺട്രാക്ട് ഉണ്ട്. ആ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എല്ലാ ഇടപാടുകളും നടക്കുന്നതല്ലേ. നമ്മൾ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു കോൺട്രാക്ട് സൈൻ ചെയ്ത്, ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടാ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്തിട്ടാ നമ്മൾ അതിനകത്ത് ജോലി ചെയ്യുന്നത് അല്ലേ. സ്തോത്രം. അതിനകത്തുള്ള എല്ലാ നന്മയും നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കോൺട്രാക്ട് പ്രകാരം ആക്ട് ചെയ്യുമ്പോഴാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ കോൺട്രാക്റ്റിനെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ്സ് ഇല്ല എന്ത് ചോദിക്കാൻ, ആമേൻ, നമുക്കുള്ള ബെനിഫിറ്റ്സ് ചോദിക്കാൻ. കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, നമ്മളത് വയലേറ്റ് ചെയ്തു. ആമേൻ, ആമേൻ. ഈ സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് നമ്മുടെ കർത്താവായ യേശുവുമായി നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. ആമേൻ, ഞാൻ നിനക്ക് വേണ്ടി ഉള്ളവനാണ്, നീ എനിക്ക് വേണ്ടി ഉള്ളവനാണ്, ആമേൻ എന്നുള്ള ഒരു എഗ്രിമെന്റിൽ ആമേൻ നാം ആത്മീക ജീവിതം നയിക്കുകയാണ്. ആ എഗ്രിമെന്റിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം, ദൈവഹിതത്തിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം, അവൻ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് എന്ത് ചെയ്യും. ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് ആരാധനയ്ക്ക് പറയപ്പോഴും പറഞ്ഞു, ഈ ദൈവഹിതത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് അവൻ എല്ലാം നേരെ ആകണമെന്നില്ല, നമ്മുടെ വിഷയങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നില്ല. അവൻ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ദൈവ പൈതൽ ദൈവഹിതത്തിനകത്ത് തന്നെയായിരിക്കും. സ്തോത്രം. അവൻ യോബിന്റെ ജീവിതം എടുത്തു നോക്കൂ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇന്നലെ ഇംഗ്ലീഷ് ആരാധനയ്ക്ക് പറഞ്ഞു, അവൻ എല്ലാ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളുടെ നടുവിലും, അവൻ രോഗത്തിന്റെ നടുവിലും, അവൻ കൂട്ടുകാരൻ നിന്ദിക്കുമ്പോഴും, സ്വന്തം ഭാര്യ നിന്ദിക്കുമ്പോഴും, പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോഴും യോബ് ദൈവഹിതത്തിനകത്ത് തന്നെയാ കഷ്ടം അനുഭവിച്ചത്. അതിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? ആ നിന്ദിച്ചവരുടെ അതേ ഇടത്ത് എന്റെ കർത്താവ് അവനെ മാനിക്കുവാനിടയായി. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശം നൽകിയ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയാം. നീ ദൈവഹിതത്തിൽ അകത്ത് നിന്ന് കഷ്ടത അനുഭവിക്കാൻ തയ്യാറായാൽ, നീ കടന്നു പോകുന്ന പ്രതിസന്ധി ദൈവഹിതത്തിന് വേണ്ടി നിന്നത് കൊണ്ടാണ് എങ്കിൽ, ആ സ്ഥലത്ത് തന്നെ നിന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ കുടുംബത്തിൽ തന്നെ നിന്റെ തലയെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സഭയ്ക്കകത്ത് തന്നെ നിന്നെ തല ഉയർത്തുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. കാരണം നീ കഷ്ടപ്പെട്ടത് ദൈവഹിതത്തിനകത്താണ്. ആമേൻ, ഹല്ലേലൂയ. ഈ വൈകികളിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ യേശുവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, ഞാനൊരു ദൈവ പൈതലായി ഇരിക്കുന്നത് കൊണ്ട്, ഞാൻ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്നത് കൊണ്ട്, ഞാനൊരു ആരാധിക്കുന്ന ദൈവ പൈതലായതുകൊണ്ട്, ചിലതിനൊക്കെ കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ട്, വേദപുസ്തകം ചിലതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ എന്നെ അനുവദിക്കാത്തത് കൊണ്ട്, എനിക്ക് നിന്ദകളും അപമാനങ്ങളും ആമേൻ പഴിയും ദൂഷിയും ഒക്കെ ഉണ്ടായി, എനിക്ക് അനീതി അനുഭവിക്കേണ്ടി വന്നു. നീ ഭാരപ്പെടരുത്. നീ ദൈവഹിതത്തിനകത്ത് അനുഭവിക്കുന്നത്. നിന്നെ മറന്നു കളയുവാൻ എന്റെ ദൈവം അനീതിയുള്ളവനല്ല. നിന്നെ തള്ളിക്കളയുവാൻ എന്റെ ദൈവം അനീതിയുള്ളവനല്ല. എവിടെ ദൈവം നിന്നെ ശത്രുവിനെ പരാജയപ്പെടുത്താൻ നോക്കിയോ, അവിടെ ദൈവം നിന്നെ ഉയർത്തും. കാരണം നീ അനുഭവിച്ച കഷ്ടം ദൈവഹിതത്തിനകത്ത് അനുഭവിച്ചതാണ്. നാം ദൈവത്തിന്റെ മണവാട്ടികളായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ശോധനകളുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഉടമ്പടി തെറ്റിച്ചുള്ള ഒരു ഇടപാടിന് ഞാൻ തയ്യാറല്ല, ഹല്ലേലൂയ, എന്ന് പറയുവാൻ നമുക്കിടയായി തീരണം. ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മെ അതുമായി കൊണ്ടുവരുന്നത്. സ്തോത്രം. ആമേൻ. എന്നിട്ട് ആമേൻ, പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷൻ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പിന്നെ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഒരു എക്സാമ്പിൾ പഴയ നിയമത്തിൽ നിന്ന് എടുത്തിട്ട് പൗലോസ് കൊരിന്ത്യ സഭയെ അതുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയാണ്. ആമേൻ. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ. അതവിടെ നിൽക്കട്ടെ. അടുത്ത 2 പദം ഞാൻ വ്യാഖ്യാനിക്കും. ആമേൻ. എങ്ങനെയാ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചത്? സ്തോത്രം. നമുക്ക് ചരിത്രം നന്നായിട്ട് അറിയാം. സ്തോത്രം. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആമേൻ. ആമേൻ. സാധാരണ വന്നിട്ട് ഒരേ ഒരു ചോദ്യം. ആമേൻ. കർത്താവ് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ?
സ്തോത്രം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ വിശുദ്ധിയും വേർപാടും ഒക്കെ അവിടെ കാണിക്കണം, അല്ലേ? സ്തോത്രം. ആമേൻ. ഞാനൊരു ദൈവ പൈതലാണ്, എന്നെ പിശാചിന് തകർക്കാൻ പറ്റത്തില്ലെന്ന് അവിടെ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഇവിടെയാണ് പരാജയം വരുന്നത് കേട്ടോ. സ്തോത്രം. ആമേൻ. പുള്ളിക്കാരി പറഞ്ഞു കഴിക്കരുതെന്ന് മാത്രമല്ല തോട്ട് പോകരുതെന്ന് പോലും എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഏത് ഭക്ഷണവും കഴിക്കാം, ഏത് വൃക്ഷത്തിന്റെ ഫലവും കഴിക്കാം, പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് അത് കഴിക്കരുത്, വേറെ എല്ലാം കഴിക്കണം. കാരണം സ്തോത്രം, അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തിന്റെ വിൽ അനുസരിച്ച് അല്ലെങ്കിൽ വിൽ പവർ അനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാകുന്നത്. വൃക്ഷം നട്ടത് വലിയ പ്രശ്നമൊന്നുമല്ല, കാരണം അത് നടാതിരുന്നു എങ്കിൽ നമ്മളൊരു മെക്കാനിക് ആയി പോയേനെ, അല്ലേ? ഒരു മെഷീൻ ആയി പോയേനെ. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളൊരു ഷോപ്പിൽ ചെന്നു, നിങ്ങൾക്കൊരു ഷർട്ട് മേടിക്കണം. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഷോപ്പ് നിറച്ച് വൈറ്റ് കളർ, ഒരേ ഡിസൈൻ, ഒരേ പ്രൈസ്, ഒരേ മോഡൽ. നിങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് വൈറ്റ് ഷർട്ട് എങ്കിലും ഒരെണ്ണം എടുക്കാൻ പറയും. ആരെടുത്തോ? സെയിൽസ്മാൻ എടുത്ത് പറയും ജസ്റ്റ് പിക്കപ്പ് എന്ന് പറയും. നിങ്ങളുടെ സൈസും പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് പോകും. കാരണം എന്താണ്? നിങ്ങൾക്ക് ചോയ്സ് ഇല്ല. സ്തോത്രം. അതേസമയം നിങ്ങൾക്ക് ഒരു ഷോറൂം നിറയെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബ്രാൻഡ് ഉണ്ട്, ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട്, അട്രാക്ഷൻ കൊടുക്കുന്നതുണ്ട്. ഞാൻ വിചാരിക്കുന്നു 1 മണിക്കൂർ അവിടെ ചെലവഴിച്ചാലും ചിലപ്പം ഒരു ഫൈനൽ സെലക്ഷനിലേക്ക് എന്ത് ചെയ്യില്ല, വരില്ല. കാരണം എന്താ? നിങ്ങൾ ഇതെടുക്കണോ അതെടുക്കണോ, അതെടുക്കണോ ഇതെടുക്കണോ, ഇതെടുത്ത് കഴിഞ്ഞാൽ കാശ് കൂടുതലാണ്, അതെടുക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ മനസ്സ് ഉപയോഗിക്കുവാൻ, അവന്റെ വിൽ പവർ ഉപയോഗിക്കുവാൻ, കർത്താവ് ശരിയും തെറ്റുമെന്ന് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ് കൊടുത്തിട്ടാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ കഴിവ് അവൻ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു വൃക്ഷം അത്യന്താപേക്ഷിതമാണ്. കർത്താവ് പറഞ്ഞു, അവൻ നിനക്കത് വയലേറ്റ് ചെയ്യാനുള്ള എല്ലാ പവറും ഞാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, നിന്നെ സൃഷ്ടിച്ച ഞാൻ, നീയുമായിട്ട് വൈകുന്നേരം സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഞാൻ, നീയുമായിട്ട് വൈകുന്നേരം ഫെലോഷിപ്പ് ചെയ്യുന്ന ഞാൻ, അവൻ എന്റെ സ്വരൂപത്തിന് സാദൃശ്യം സൃഷ്ടിച്ച അവൻ ഞാൻ നിന്നോട് പറയുന്നു, അവൻ വൃക്ഷത്തിന്റെ നടുക്കുള്ള ഫലം മാത്രം കഴിക്കരുത്. അപ്പോൾ ഈ ഒരു മാറ്റർ ഇങ്ങനെ ഹവ്വ മനസ്സിലിട്ട് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാ സാത്താൻ വന്നിട്ട് പറഞ്ഞത്, സ്തോത്രം, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ കർത്താവ് പറഞ്ഞത് ഭക്ഷിക്കരുതെന്ന് മാത്രമല്ല തുടരുതെന്നും പറഞ്ഞു. ഉടനെ പറഞ്ഞ ഒരു ടാക്റ്റിക്കാണ്, സ്തോത്രം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ 1 നീ മരിക്കത്തില്ല, 2 നിന്റെ കണ്ണു തുറക്കും, 3 സ്തോത്രം, നന്മതിന്മകളെ കുറിച്ച് അറിയാൻ പറ്റുന്നത് പോലെ നീ ദൈവത്തെ പോലെ എന്ത് ചെയ്യും? 3 സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അവ ഒരു നിമിഷം ചിന്തിച്ചു, കണ്ണു തുറക്കുന്നത് വലിയ മോശം കാര്യമൊന്നും അല്ലല്ലോ. സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യാം? കണ്ണു തുറക്കാം. സ്തോത്രം. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെന്താ? ദൈവത്തെ പോലെ ആകും. പൗലോസ് പറയുന്നു, ക്രിസ്തുവിന്റെ തലയോളം എന്ത് ചെയ്യണം? വളരണം, വല്ല വിധേയനെ. പക്ഷെ ദൈവം പറഞ്ഞ കൽപ്പന വയലേറ്റ് ചെയ്തിട്ടല്ല ആത്മീയം തെളിയിക്കാൻ, കേട്ടോ. സ്തോത്രം. ഞാൻ ദൈവസഭയോട് പറയാം, നമ്മുടെ ആത്മീകത്തെ തെളിയിക്കേണ്ടത് ദൈവം പറയുന്ന കൽപ്പനകളെ ലംഘിച്ചിട്ടല്ല. ദൈവത്തോളം എത്തിച്ചേരുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്റെയും അകത്തുള്ള ആഗ്രഹമാണ്. പക്ഷേ ദൈവം കൽപ്പിച്ച ഭക്ഷണത്തെ, വേണ്ടെന്ന് പറഞ്ഞ ഫലത്തെ ഭക്ഷിച്ചിട്ടല്ല ദൈവത്തെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. പലർക്കും പറ്റുന്ന അപകടം ഇവിടെയാ. സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ച് ആത്മീയം കളിക്കാൻ ശ്രമിക്കും. സ്തോത്രം. ഹവ്വയും അങ്ങനെയാ ചെയ്തത്. കണ്ണു തുറക്കും, നന്മതിന്മകളെ കുറിച്ച് അറിയാൻ പറ്റും, അതൊരു മോശം കാര്യമല്ലല്ലോ എന്ന് ചിന്തിച്ച് എന്ത് ചെയ്തു? അത് ഭക്ഷിച്ചു. സ്തോത്രം. അവിടെ പരാജയപ്പെടുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഇതെല്ലാം സംഭവിക്കുന്നത് എവിടെയാണെന്നറിയാമോ? മനസ്സിലാണ്. സ്തോത്രം. അവിടെയാണ് എന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. പിശാച് ടാർജറ്റ് വെച്ചത് ഈ ഭക്ഷണത്തിലോ ഹവ്വയിലോ ആദാമിലോ അവന്റെ വീഴ്ചയിലോ അല്ല. മെയിൻ ആയിട്ട് ടാർജറ്റ് വെച്ചത് എവിടെയാ? അവന്റെ മനസ്സിനകത്താണ്. സ്തോത്രം. കാരണം മനസ്സ് ഇളക്കി കഴിഞ്ഞാൽ നീ ദൈവത്തെ പോലെ ആകുന്നൊന്ന് ചിന്തിച്ചേ. സ്തോത്രം. നീ ദൈവത്തെ പോലെ ആകുമെന്നൊന്ന് ചിന്തിച്ചേ. നീ നന്മതിന്മകളെ കുറിച്ച് അറിയാൻ പറ്റുമെന്ന് ചിന്തിച്ചേ. നീ ഒരിക്കലും മരിക്കാത്തൊരവസ്ഥയെ കുറിച്ച് ചിന്തിച്ചേ. സ്തോത്രം. ഇതെല്ലാം എവിടെയാ നടക്കുന്നത്? ചിന്താമണ്ഡലങ്ങളിലാണ്. ദൈവമക്കളുടെ വീഴ്ച സംഭവിക്കുന്നത് പട്ടാപ്പകലിൽ എല്ലാവരും നടക്കുന്നിടത്ത് അല്ലെന്നേ. വീഴ്ച സംഭവിക്കുന്നതെല്ലാം ഇവിടെയാ.
നമ്മുടെ മനസ്സിനകത്ത് ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഇല്ല എങ്കിൽ നിന്റെ ആത്മീയ ജീവിതം ഓൾറെഡി കൊളാപ്സ്. സ്തോത്രം. അതിനു വേണ്ടി പബ്ലിക് ആയിട്ട് നമ്മൾ ഒന്നും ചെയ്യണമെന്നില്ല. സ്തോത്രം. കാരണം ഓൾറെഡി മൈൻഡ് കൊണ്ട് നമ്മൾ ദൈവവുമായിട്ട് എന്ത് ചെയ്തു? പുതിയ നിയമത്തിൽ അതിന് തെളിവൊത്തിരിയുണ്ട്. സ്തോത്രം. പഴം ഭക്ഷിച്ച് കഴിച്ചതിലൊന്നും അല്ല വിഷയം, അവന്റെ ചിന്ത. നിങ്ങൾ ഒന്ന് നോക്കണം, ഇതേ തത്വം തന്നെയാ. ഞാൻ ഇന്ന് അല്പം ഒരു തിയോളജിക്കൽ ലെവലിലാണ് പോകുന്നത് കേട്ടോ. ഇതേ തത്വം തന്നെയാ സ്തോത്രം പിശാച് ആരുമായിട്ട് ഉപയോഗിച്ചത്? നമ്മുടെ ലൂസിഫറിനുമായിട്ട് ഉപയോഗിച്ചത്. എന്താ പറഞ്ഞേ? ഞാൻ എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തോളം വയ്ക്കും. സ്തോത്രം. ഞാൻ അങ്ങനെ സിംഹാസനത്തിൽ കയറിയിരിക്കും. ചിന്ത എവിടെയാണ് നടന്നത്? ഒരു ചെറുവിരൽ പോലും അതിനെ അടക്കിയില്ല. ഇവിടെ നടന്നപ്പോഴേ തമ്പുരാൻ വെട്ടി താഴെ കളഞ്ഞു. സ്തോത്രം. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം. സ്തോത്രം. ഹല്ലേലൂയ. തകരപ്പെടാതിരിക്കുവാൻ, മനസ്സിനെ നിയന്ത്രിക്കുവാൻ ദൈവമക്കൾ തയ്യാറാകണം. ഒരു പട്ടാപ്പകൽ നടക്കുന്ന ഒരു വലിയ പാപമല്ല ഒരു ദൈവവൈദ്യന്റെ വീഴ്ചയ്ക്ക് കാരണം നമ്മുടെ ചിന്തകൾ ശരിയല്ല എങ്കിൽ. കാരണം ഡിവോഷൻ നടക്കുന്നത് ഭൗതികമായി കൈയടിക്കുമ്പോഴല്ല, മനസ്സിനകത്ത്. അത് നടക്കുന്ന ഹൃദയത്തിനകത്ത്. ദൈവമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകുന്നത് മ്യൂസിക് നന്നായിട്ട് പ്ലേ ചെയ്ത് മനോഹരമായി പിച്ചൊരുമിച്ച് പാടി ആരാധിച്ച് ഒരു ആംബിയൻസ് ഉണ്ടാക്കുമ്പോഴല്ല, മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ദൈവവചനം വായിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്തുനിന്ന് കത്തുന്ന ധ്യാനം ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് കടന്നു വരുമ്പോഴാണ് ആരാധന ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത്. അവിടെയാണ് ദൈവവൈദ്യൽ ആരെന്ന് തെളിയിക്കുന്നത്. കൂട്ടത്തോടെ ആടുമ്പോഴോ പാടുമ്പോഴോ അല്ല, അകത്തളങ്ങളിൽ ദൈവമായിട്ടുള്ള ബന്ധം വേണം. അവിടെയാ പിശാച് പലരെയും പരാജയപ്പെടുത്താൻ നോക്കുന്നത്. സെയിം ടാക്ടിക്കാ പിശാച് യേശുവിനോട് ഒരുമിച്ച് കേട്ടോ ചോദിച്ചത്. കർത്താവിനെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഓക്കെ, ഇതെല്ലാം എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുക, ഞാനിത് തോന്നുന്നുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഇരിക്കുക, നിനക്ക് ഞാനിത് തരാം. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. You are going to be the owner of the whole world. നീ ഈ സകലത്തിന്റെയും ഉടയവനാകാൻ പോവുകയാ. സ്വതന്ത്രം. എന്താ കർത്താവ് ചെയ്തെന്നറിയാമോ? പിശാചിനെ എന്റർടൈൻ ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം കർത്താവിന് അറിയാം, ഇവൻ അറ്റാക്ക് ചെയ്യുന്നത് എന്റെ പുറമേ ഉള്ളതിനെ അല്ല, എന്റെ മനസ്സിലെ ചിന്തയാ. പിശാചിനെ പുറത്തു പോകാൻ പറഞ്ഞു. ദൈവഹിതമല്ലാതെ ഉയരുന്ന ഉയർച്ചകളെ, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകളെ യേശുവിന്റെ നാമത്തിൽ അകത്ത് കത്തുന്ന ആത്മാവിന്റെ ശക്തിയിൽ, വചനത്തിന്റെ ശക്തിയിൽ ഇടിച്ചു കളഞ്ഞിട്ട് ദൈവഹിതമല്ലാത്ത ഒന്നും എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ തയ്യാറായാൽ നിങ്ങളെ എന്റെ കർത്താവ് ഉയർത്തുവാനിടയാണ്. നമ്മെ നമ്മുടെ കർത്താവ് ഉയർത്തുവാനിടയാണ്. പൗലോസ് അതിന് പറയുന്ന രണ്ട് പദം, ഒന്ന് ഏകാഗ്രത, രണ്ട് നിർമ്മലത. പൗലോസ് ഭയക്കുന്ന കാര്യം, കൊരിന്ത് സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ. ഉപായത്താൽ ഹവ്വായെ സർപ്പം ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും വിട്ട് നിങ്ങൾ പോകുമോ? സ്തോത്രം. അങ്ങനെയുള്ള സാധ്യത ഒത്തിരി ഉണ്ട് കേട്ടോ. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരി ഉണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ മനസ്സിനൊരു റിനോവേഷൻ എപ്പോഴും ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഒരു ഉദാഹരണം ഞാൻ പുതിയ നിയമത്തിൽ നിന്ന്, രണ്ട് ഉദാഹരണം പഴയ നിയമത്തിൽ നിന്ന് തൊട്ട് ഞാൻ മറുഭാഗത്തേക്ക് പോകട്ടെ. സ്തോത്രം. നിങ്ങൾക്കറിയാം, ഉത്തമഗീതത്തിൽ സ്തോത്രം ഒരു സംഭവം ഉണ്ടായി. ഒരുത്തി ഇങ്ങനെ തന്റെ പ്രേമഭാജനമായ ഒരു ഇടയച്ചെറുക്കന് വേണ്ടി രാവും പകലും ഇങ്ങനെ കാട്ടിലൂടെ അലന്നു നടക്കുക. സ്തോത്രം. അവളുടെ ചിന്ത മുഴുവനും താൻ സ്നേഹിക്കുന്ന തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാ, ആടുമേയ്ക്കാൻ പോയിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി. ശലോമോന്റെ കൊട്ടാരത്തിൽ നിന്ന് വന്ന കുറെ ശൂലേമിക്കാര്, കുറെ സെർവൻസ്, അവരെല്ലാം കൂടെ ഇങ്ങോട്ട് വന്നിട്ട് സ്തോത്രം, നിന്റെ പ്രിയന് മറ്റു പ്രിയനേക്കാൾ എന്ത് വിശേഷതയാ ഉള്ളത്? നീ രാജാവിനെ നോക്കൂ, ശലോമോനെ നോക്കൂ, അവന് കൊട്ടാരമുണ്ട്, ഉദ്യാനമുണ്ട്, സംവിധാനങ്ങൾ പലതുണ്ട്. നീ കാട്ടിൽ അലഞ്ഞു നടക്കേണ്ടവളല്ല. സ്തോത്രം. അവൾ വളരെ സൗന്ദര്യമുള്ളവരായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നു. പക്ഷേ വിയർത്ത് വല്ലാതെ കരുവാളിച്ച് അവളെ സ്നേഹിക്കുന്നവർ
കർത്താവിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ ആമേൻ അവൾ പറഞ്ഞു, മറ്റ് പ്രിയന്മാരെക്കാൾ ആമേൻ ഈ കൊട്ടാരത്തിലും അതിന്റെ പരിസരത്തിലും ഈ രാജ്യത്തിലും സുന്ദരന്മാരായി ഒത്തിരി ചെറുക്കന്മാരുണ്ടെന്നേ, അവരെക്കാൾ അധികമായി നിന്റെ പ്രിയന് എന്ത് വിശേഷതയാ ഉള്ളത്, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എന്റെ ആഗ്രഹം എന്റെ പ്രിയനെ കുറിച്ചാണ്, എന്റെ കോൺസെൻട്രേഷൻ എന്റെ പ്രിയനെ കുറിച്ചാണ്, എന്റെ വിചാരം ഞാൻ സ്നേഹിക്കുന്ന എന്റെ പ്രിയനെ കുറിച്ചാണ്. അവൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ. അവനെ പോലെ തുല്യം ചൊല്ലാൻ ആരുമില്ല. അവനാണ് എന്റെ പ്രിയൻ. ഈ വലിയ വേളയിൽ ദൈവമക്കളെ, നമുക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ട ഒരുവൻ, നമുക്ക് വേണ്ടി തകരപ്പെട്ട ഒരുവൻ, നമ്മുടെ പാപത്തെ വഹിച്ച് കാൽവരി ക്രൂശിൽ യാഗമായ ഒരുവൻ, അവനാ ദൈവസഭയ്ക്ക് വേണ്ടി രക്തം ചിന്തിയത്. ആമേൻ. അവനെ കുറിച്ചായിരിക്കണം നമുക്ക് പറയുവാനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പറയാറില്ലേ, ഫോളിങ് ഇൻ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുഴിക്കകത്തുനിന്ന് വീണെന്നതിൻ്റെ അർത്ഥം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഫോളിങ് ഇൻ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണു എന്ന അല്ലേ എൻ്റെ ലിറ്ററൽ അർത്ഥം. ഈ കൗൺസിലിംഗ് ഫീൽഡിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് ചിലരിങ്ങനെ വരാറുണ്ട്. ഈ പാരൻസിന് ചിലപ്പോൾ ആങ്സൈറ്റീസ് ഉണ്ടാകാറുണ്ട്. എന്ത് കണ്ടിട്ടാണെന്ന് അറിയത്തില്ല, എൻ്റെ മോൾ അല്ലെങ്കിൽ മോൻ ഇന്നൊരു ചെറുക്കനെ സ്നേഹിച്ചു. അവർ നോക്കുന്നത് ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും അതിൻ്റെ ഒരു കമ്പാരിസൺസും കാര്യങ്ങളൊക്കെയാണ് ബേസിക്കലി. സ്വത്രം നമ്മളിങ്ങനെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ പറയും, അതിനേക്കാൾ അപ്പുറമായിട്ട് എന്തൊക്കെ അവരെ എന്ത് ചെയ്തു, ആകർഷിച്ചു. സ്തോത്രം. എനിക്ക് തോന്നുന്നു അത് തന്നെയാ ദൈവസഭയ്ക്കകത്തും സംഭവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറി വിരൂപമാക്കപ്പെട്ടപ്പോൾ, അവൻ രക്തം ധാരതരായി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒരുക്കി തന്നപ്പോൾ, സ്ത്രീകൾ പോലും നോക്കുവാൻ മടിച്ച് മുഖം പൊത്തി മാറി നിന്നപ്പോൾ, അവൻ ദൈവസഭയ്ക്ക് പറയാൻ സാധിക്കും, എനിക്ക് വേണ്ടി വിരൂപമാക്കപ്പെട്ടവനെ കുറിച്ചാണ് എന്റെ ധ്യാനം. അവനെ കുറിച്ച് എനിക്ക് പറയാൻ ഒന്നുണ്ട്. അവൻ 10,000 പേർകളിൽ അതിശ്രേഷ്ഠനാണ്. അവൻ ഈ ലോകത്തുള്ള ഏത് സുന്ദരനെ എന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയാലും അവനേക്കാൾ അധികമായ സൗന്ദര്യം വിരൂപമാക്കപ്പെട്ട എനിക്ക് വേണ്ടി തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തുവിന്റെ മുഖത്ത് കാൽവരി ക്രൂശിൽ ഞാൻ ദർശിക്കുന്നു. അവൻ അത് സഹിച്ചത് എനിക്ക് വേണ്ടിയാ. അതുപോലുള്ളൊരു സാക്രിഫിഷ്യൽ ലവ് ഞാൻ ഒരിക്കലും കാണുന്നില്ല. അതുകൊണ്ട് എന്റെ ഏകാഗ്രത ദൈവത്തിലായിരിക്കും. നമ്മൾ പലപ്പോഴും ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു ചെറിയ പ്രതികൂലം വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ ആ ഇയ്യോബിന്റെ ലൈഫിനെ നാം വാല്യൂ ചെയ്യേണ്ടത്, എല്ലാവരും അകന്നു പോയപ്പോഴും ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ടുപോകാൻ ഇയ്യോബ് തയ്യാറായില്ലെന്നുള്ളതാണ്. ആമേൻ. എല്ലാവരും പോയി. ഞാൻ പറയാറുണ്ട്, നമുക്ക് ഇതുപോലെയുള്ള ഒരു വചന വെളിപ്പാടൊന്നും ഇയ്യോബിന് എന്തില്ല, ഇല്ല, ഇയ്യോബിന്റെ കാലത്തില്ല. നോ. ആമേൻ. നമ്മൾക്കൊക്കെ ഇന്ന് എന്താ വേദപുസ്തകം പഠിക്കുന്ന നമുക്ക് എന്തോ വചന വെളിപ്പാട് അല്ലേ. പ്രത്യേകിച്ച് വെളിപ്പാടിന്റെ പൂർണ്ണ രൂപമായ ക്രിസ്തു വന്നു. വേദപുസ്തകത്തിലൂടെ സ്പെഷ്യൽ വെളിപ്പാട്, സ്പെഷ്യൽ റെവലേഷൻ നമുക്ക് കിട്ടി. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. പക്ഷെ ഇയ്യോബ് പറയുന്നത്, ഞാൻ അവനെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ആമേൻ. എനിക്കൊരു കാര്യം അറിയാം, എന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒരുവൻ ജീവിക്കുന്നു. അതുകൊണ്ട് ഇനി ആരെല്ലാം അതിനെ കൗൺസിൽ ചെയ്താലും, ആമേൻ, ആരെല്ലാം എന്നെ വിട്ട് മാറിയാലും, എന്തെല്ലാം എനിക്ക് നഷ്ടം വന്നാലും, ആമേൻ, ഒന്ന് ഞാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കും, അതെന്റെ വീണ്ടെടുപ്പുകാരനെയാ. നഷ്ടങ്ങളുടെ നടുവിൽ യേശുവിനെ വിടാൻ തയ്യാറാകരുത്. രോഗത്തിന് നടുവിൽ യേശുവിനെ വിടാൻ തയ്യാറാകരുത്. പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിനെ വിട്ടുള്ള ഒരിടപാടിന് ഞാൻ ഇല്ല എന്ന് പറയണം. യേശു ഉള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ആമേൻ. എല്ലാം ഉണ്ടായിരുന്നിട്ടും യേശു ഇല്ലെങ്കിൽ എന്നാ ജീവിതമാ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഞാൻ വേഗത്തിൽ വിശദീകരിക്കട്ടെ. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ പൗലോസ് ഭയപ്പെടുന്നു. കൊരിന്ഥ സഭ ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രത വിട്ടു പോകുമോ? കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ശൂലമിയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ രാവും പകലും കാട്ടിൽ സുന്ദരിയായിരുന്നവൾ അവൻ വേർത്തൊലിച്ച് കരിവാളിച്ച് നടക്കുന്നത് തന്റെ പ്രിയനൊന്ന് കാണാൻ വേണ്ടിയാ. അവൻ ദൈവസഭ മരുഭൂമിയിൽ അവനോടുകൂടി കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ച് അവൻ ക്ഷീണത്തിന്റെ നടുവിലും ക്ലേശത്തിന്റെ നടുവിലും ഒക്കെ വേദപുസ്തകം മാറോടിച്ച് ഓടി വരുന്നത് എന്തെന്നറിയാമോ? യേശുവിന്റെ ശബ്ദമൊന്ന് കേട്ട് മടങ്ങുവാൻ, ദൈവത്തിന്റെ സ്വരമൊന്ന് കേട്ട് മടങ്ങുവാൻ, ദൈവത്തിന്റെ ശബ്ദമൊന്ന് കാതിൽ കേട്ട് മടങ്ങുവാൻ, ആ ദൈവത്തിന്റെ ദർശനമൊന്ന് കിട്ടേണ്ടതിന് അങ്ങനെ ആകാംക്ഷയോടെ ആയിരിക്കണം നമ്മുടെ ഏകാഗ്രത. 2, ക്രിസ്തുവിനോടുള്ള നിർമ്മലത വിട്ട്. രണ്ടാമത്തെ പദം അങ്ങനെയാ പറയുന്നത്, ക്രിസ്തുവുമായിട്ടുള്ള നിർമ്മലത. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ്. ഈ നിർമ്മലത പലപ്പോഴും പോകുന്നതുണ്ടല്ലോ, ഈ ഒരു ദിവസം കൊണ്ടൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ പരിശുദ്ധമായ ഹൃദയത്തിൽ പ്രകാശനം നൽകിയ ഒന്ന് ശിംശോന്റെ ജീവിതം. ഫോർ എക്സാമ്പിൾ, പുള്ളിയോട് ദൈവം പറഞ്ഞു,
ആമേൻ, നിന്റെ ശക്തി മുഴുവനും ഇരിക്കുന്നത് എവിടെയാ? ആമേൻ, നാസീർ വ്രതത്തിലാ. കാരണം ജനനം മുതൽ നിന്റെ തലയെന്തില്ല, ക്ഷൗരം ചെയ്തിട്ടില്ല. ആമേൻ, ഒത്തിരി ദൈവത്തിന് വേണ്ടി അത്ഭുതത്തെ ചെയ്തവനാ, ഒത്തിരി കർത്താവിന് വേണ്ടി ആമേൻ ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നവനാ, വലിയ ശക്തി ഉള്ളവനായിരുന്നു. പക്ഷെ എന്താ ചെയ്തതെന്ന് അറിയാമോ? ആമേൻ, ദലീല വന്നു. ഞങ്ങൾ അവിടെ ചരിത്രം വായിക്കുമ്പോൾ അറിയാം, ഒരു ദിവസം കൊണ്ടല്ല എന്ത് ചെയ്തത്, വീഴ്ച സംഭവിച്ചത്. സ്തോത്രം. ആദ്യം വന്ന് അറ്റാക്ക് ചെയ്തതേ പ്രധാന വിഷയത്തില. അന്നേരമേ പറയണം, ഇത് ഇവളുമായിട്ടുള്ള ചങ്ങാത്തം ദൈവികമല്ല. ഞാൻ ആത്മീകമായി അതിനെ വ്യാഖ്യാനിക്കാം. ദൈവത്തോടുള്ള ഡിവോഷനിൽ നിന്ന്, നിർമ്മലതയിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഏതിടപാടിനെയും ആദ്യമേ കട്ട് ഓഫ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനെ എന്റർടൈൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും, അവൻ ജയിക്കും. കാരണം എന്താണെന്നറിയാമോ? ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും ആമേൻ മനോഹരമായി നൽകുന്നത് പിശാചാണ് ദൈവത്തെക്കാളും. അനുഗ്രഹങ്ങൾ പ്രോമിസ് ചെയ്യുന്നത്, ബെറ്ററായിട്ട് പ്രോമിസ് ചെയ്യാൻ അറിയാന്നുള്ളത് പിശാചിനാ ദൈവത്തെക്കാൾ അധികം. സ്തോത്രം. കാരണം എങ്ങനെയെങ്കിലും അനുഗ്രഹം തന്ന് നമ്മെ അനുഗ്രഹിച്ച് അവന്റെ വശത്തേക്ക് മാറ്റുക എന്നുള്ളതാ പിശാചിന്. ഞാൻ അനുഗ്രഹത്തിനെതിരല്ല, ഐ എം നോട്ട് അഗൈൻസ്റ്റ് ഓഫ് പ്രോസ്പെറിറ്റി. പക്ഷെ ഞാൻ പറയുന്നത് ദൈവിക അനുഗ്രഹം വരുന്നതിനും സ്വീകരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ദൈവികമായിട്ടുള്ള വഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവികമായിട്ടുള്ള വഴികളുണ്ട്. നിങ്ങൾ നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു ദിവസം വന്നു, ഇവിടെ ചങ്ങാത്തം കൂടി. സ്തോത്രം. ആ ദിവസം ചോദിച്ചു, നിന്റെ ശക്തി എവിടെയാ? അപ്പൊ ഒരു ഉപായമൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ചരിത്രം അറിയാമല്ലോ, കയറ് കൊണ്ട് കെട്ടണം. ഒരിക്കലും കെട്ടിയിട്ടില്ല, അത് ഉപയോഗിച്ചിട്ട് അത് കയറ് കൊണ്ട് കെട്ടിക്കഴിഞ്ഞാൽ എന്നെ പിടിച്ച് കെട്ടാൻ പറ്റും. അവൾ അത് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് പറയുന്നത്, നീ എന്നെ ചതിച്ചു. നീ എന്നെ എന്ത് ചെയ്തു? ചതിച്ചു. കാരണം നീ എന്നോട് കള്ളം പറഞ്ഞു. സ്തോത്രം. ആസിഫ് ഇവിടെ വന്നിരിക്കുന്നത് എന്തോ ശുദ്ധമായിട്ടുള്ള കാര്യം പറയാനെന്നുള്ള രീതിയിലാണ്. ഇതാണ് സാത്താന്റെ ഏറ്റവും വലിയ ടാക്ടിക്. സ്തോത്രം. നമ്മൾ വിചാരിക്കും ഇതായിരിക്കും അനുഗ്രഹത്തിന്റെ മാർഗം. സ്തോത്രം. ഓർത്തോളണം, ആരാ ഇത് പ്രോമിസ് ചെയ്യുന്നത്, ഏത് വഴിക്കാ ഇത് എടുക്കേണ്ടത്, ഈ രണ്ട് കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഇത് ദൈവികമല്ല, എനിക്ക് ദൈവം നൽകുന്നത് മതി. ഇത് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ കഷ്ടതയുടെ നടുവിലായിരിക്കുമ്പോഴാണ് കർത്താവ് പിശാച് ഇതൊക്കെ വെച്ച് ഓഫർ ചെയ്യുന്നത്. അവനെ നമ്മൾ അനുഗ്രഹത്തിലും സമൃദ്ധിയിലും ഇരിക്കുമ്പോഴൊന്നും പിശാച് വരത്തില്ല. ഏറ്റവും നീടായിട്ടിരിക്കുന്ന ഒരു സമയത്താ പിശാച് ഇതെല്ലാം കൊണ്ടുവരുന്നത്. സ്തോത്രം. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 പ്രാവശ്യവും ഇവരുടെ ടാക്ടിക് വിജയിച്ചില്ല. വീണ്ടും വിടുന്നില്ല. സ്തോത്രം. നോക്കണമേ, അവർക്കറിയാം ഇത് ഒന്നല്ലെങ്കിൽ നാളെ, കാരണം എന്നെ എന്റർടൈൻ ചെയ്യുന്നുണ്ടെന്നേ. സ്തോത്രം. ഈ ശിംശോന് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഫസ്റ്റ് ഡേ പറയണം, നീ മറ്റുള്ള ഇടപാടിന് ഞാനില്ല, ഞാനൊരു ദൈവ പൈതലാന്ന് പറഞ്ഞ് മാറണം. ഇത് 2, 3, 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്റർടൈൻമെന്റ് ചെയ്തപ്പോൾ മനസ്സിലായി കാര്യം പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എന്റെ സാന്നിധ്യത്തിൽ പുള്ളിക്കെന്താ സന്തോഷമാണ്. സ്തോത്രം. ആമേൻ. നമുക്ക് പലപ്പോഴും ഇങ്ങനെയാണ്, നമ്മൾ പിശാചിനെയോ അല്ലെങ്കിൽ അവന്റെ പദ്ധതികളെയോ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ തയ്യാറായാൽ, സ്തോത്രം, അവിടെയാണ് യേശുവിന് മനസ്സിലായി കാര്യങ്ങൾ ഇത് ആദ്യം വചനം കൊണ്ട് നേരിട്ടു, അവസാനം സംഗതി ഇത് സീരിയസ് ആയിട്ട് ആരാധന സംബന്ധിയായിട്ടുള്ള വിഷയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ പുറത്താക്കുവാനിടയായി. കർത്താവ് നാവിന്റെ മേൽ അധികാരം തന്നിട്ടുണ്ട് കേട്ടോ. വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നിട്ടുണ്ട്. എന്താ? ദൈവഹിതമല്ലാത്ത അവൻ ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് പിശാച് കൊണ്ടുവന്നതാണെന്ന് കരുതി അന്നേരമേ അതിനെന്ത് ചെയ്യണം? കട്ട് ഓഫ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ശിംശോൻ നോക്കുമ്പോൾ ദലീല സുന്ദരിയ മാനുഷികമായി, പക്ഷേ അവൾ കൊണ്ടുവന്ന ഓഫറിൽ വെച്ചിട്ട് ആദ്യമേ കട്ട് ഓഫ് ചെയ്യും. പക്ഷെ നിരന്തരമായി ഇവളെ എന്റർടൈൻ ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പറഞ്ഞു, ഇത് ഇന്നല്ലെങ്കിൽ നാളെ വിടും. അവള് മാറാതെ പിടിച്ചു. അവസാനം നിരാശരായി, അവൾ അല്പം ഡിപ്രഷൻ ആയതുപോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ പിടിവിട്ടു. പുള്ളി പറഞ്ഞു, സംഗതി ഇതിലായിരിക്കുന്നേ. സ്തോത്രം. എന്താ സംഭവിച്ചേ? ഫെലിസ്തീർ വന്നു, ക്ഷേത്രത്തിൽ കൊണ്ട് കെട്ടിവെച്ചു, കണ്ണും കുത്തി പൊട്ടിച്ചു, വല്ലാത്ത പരിവക്കേടിലായി. ആരാ? സ്തോത്രം. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി ധീരതയോടെ നിന്നതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലത്ത് നാം കർത്താവിന് വേണ്ടി ധീരതയോടെ നിന്നു എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും പിശാചിന്റെ ടാക്ടിക്കിനോട് ജയിക്കണമെന്നില്ല. അതിനെ ജയിക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നാം ശക്തി പ്രാപിച്ച് പിശാചിനോട് എതിർത്ത് നിൽക്കണം. അവനെ കാസ്റ്റ് ചെയ്യുവാനുള്ള അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് സംഭവിക്കണമെങ്കിൽ മനസ്സിന്റെ രൂപാന്തരം ഉണ്ടാകണം.
ഞാൻ ആ ഭാഗത്തേക്കാണ് വരുന്നത്. മനസ്സിന്റെ രൂപാന്തരം ഉണ്ടാകണം. നിങ്ങളുടെ മനസ്സ് എന്ന പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. യുവർ മൈൻഡ് എന്ത് ചെയ്യും? അവൻ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത് റോമാലേഖനം 12-1 അവൻ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ ആമേൻ ആമേൻ ദൈവഹിതം ഇന്നതെന്ന്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ആമേൻ. ഈ മനസ്സ് പുതുക്കം എന്തിനാ വരേണ്ടത്? ഈ ലോകത്തോട് അനുരൂപമാകാതിരിക്കേണ്ടതിന്. പിശാച് ഓരോ സംഗതി കൊണ്ടുവന്ന് നമ്മെ ഈ ലോകത്തോട് ഈക്വൽ ചെയ്യാൻ നോക്കുമ്പോൾ അതിന് അനുരൂപമാകാതിരിക്കേണ്ടതിന് നമ്മുടെ മനസ്സ് ദൈവത്തിന്റെ മനസ്സുമായിട്ട് ആമേൻ ഒരു ഈക്വൽ ആയിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വീട്ടുകാരന് ഒരു അനുഗ്രഹമുണ്ടായി, ഒരു നന്മയുണ്ടായി. അവനൊരു വലിയ വാഹനം മേടിച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മളും മേടിക്കും. എന്നിട്ട് നമ്മൾ സാക്ഷ്യവും പറയും, അല്ലേ? എന്താ? നമ്മൾ സ്പിരിച്വൽ വേല കണ്ടുപിടിച്ച്, പക്ഷെ അത് എന്തിനു വേണ്ടിയാ മേടിച്ചെന്ന് ചോദിക്കുമ്പോഴാ അവനുമായിട്ട് ഈക്വൽ ആകാൻ വേണ്ടി. അവിടെ ആ മനസ്സ് ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നലെ അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. വേഗത്തിൽ 5 മിനിറ്റ് കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അവൻ ഹവ്വായെ പിശാച് ഉപയോഗിച്ച 3 കാര്യങ്ങൾ. നീ മരിക്കയില്ല, നിന്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലെ ആകും, നന്മ തിന്മകളെ കുറിച്ചൊക്കെ അറിയും എന്നാണ് എങ്കിൽ കൊരിന്ത സഭയ്ക്കകത്തും ഏറെക്കുറെ ഇന്നുള്ള ദൈവസഭകൾക്കകത്തും സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ് പൗലോസ് പറയുന്നത്. അന്ന് ഉപയോഗിച്ച ടാക്ടിക് അതായിരുന്നുവെങ്കിൽ ഇന്ന് ദൈവസഭയ്ക്കകത്ത് പിശാച് ഉപയോഗിക്കുന്ന 3 ടാക്ടിക്കിനെ കുറിച്ച് പൗലോസ് പറയുക. 1, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശു. ആ ഭാഗമൊക്കെ നിന്ന് വിശദീകരിക്കേണ്ടതാ, ഞാൻ മുതിരുന്നില്ല. ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശു. സ്വപ്നം. ഇന്ന് പല സഭകളിലും മറ്റേ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. മറ്റേ യേശു ഏതാ? അനുഗ്രഹം മാത്രം തരുന്ന യേശു, സൗഖ്യം മാത്രം തരുന്ന യേശു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ യേശു ആരാ? അവൻ രക്ഷിക്കുവാൻ കഴിവുള്ളവനാ. എന്റെ യേശുവിന്റെ പ്രത്യേകത, അവൻ ഈ ലോകത്ത് രക്ഷ എന്ന് പറയുന്ന ഒരു സാധനത്തെ നൽകുവാൻ യേശു അല്ലാതെ മറ്റൊരുവനില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്ന മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ടിരിക്കുന്ന മറ്റൊരു നാമമില്ല. ഇത് ഉള്ള ഇടത്താ നമ്മൾ എന്തും കൊണ്ടുപോകുന്നേ? സൗഖ്യം കിട്ടുന്നത്. ഞാൻ സൗഖ്യത്തിനെതിരല്ല. സ്തോത്രം. പക്ഷേ പർപ്പസ് അതല്ല. സ്തോത്രം. ആമേൻ. നമ്മുടെ ഒരു സഹോദരനെ പറ്റി, അദ്ദേഹം ഒരു വീട്ടിൽ പോയി, ഇത് ലൈവ് പോകുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, ഒരു ഭവനത്തിൽ പോയി, മറ്റൊരു വിശ്വാസത്തിലുള്ള പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ദൈവസന്നിധി വന്നാൽ സൗഖ്യം കിട്ടും. പുള്ളി പറഞ്ഞു, കഴിഞ്ഞ മാസം ഞാൻ തിരുപ്പതി പോയി, എന്നെ സുഖമായിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവിടെ എന്താ പറയണ്ടേ? രക്ഷിക്കപ്പെടാൻ യേശു അല്ലാതെ വേറൊരാളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ആൻസർ ഇല്ല. കാരണം രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച യേശു രക്ഷ കൊടുക്കുവാൻ വല്ലഭത്വമുള്ളവനായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ പ്രസംഗിച്ച യേശു അവൻ രക്ഷിക്കുവാൻ കഴിവുള്ളവനായിരുന്നു. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള യേശുവിനെയാണ് സഭ പ്രസംഗിക്കേണ്ടത്. സ്തോത്രം. ആ യേശു ഉള്ളവന് എല്ലാം ഉണ്ടെന്നേ. അവന് സൗഖ്യമുണ്ട്, അവന് അനുഗ്രഹമുണ്ട്, അവന് നന്മയുണ്ട്. കാരണം യേശു എന്റെ അകത്തുണ്ട് എന്ന് പറയുന്നവനെ ഉയർത്തുവാൻ ദൈവത്തിന് വഴിയുണ്ട്. നിന്നെ തകർക്കുവാൻ ദൈവം മനസ്സ് വെക്കത്തില്ല. കാരണം യേശുവിനെ ഉയർത്തുന്നവനാ. എനിക്ക് സമയമില്ല, ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ ഇന്ന് എല്ലാവരും കേൾക്കുന്ന യേശു ഇങ്ങനത്തെ യേശുവാ. സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണല്ലോ ആൾക്കാർ ഈ വിടുതൽ നടക്കുന്നിടത്തേക്ക് പോകുന്നത്. കാരണം അവിടെ വിടുതൽ നടക്കുന്ന യേശുവാ. ആ യേശു ഈ പള്ളിയിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? സ്തോത്രം. 2, ഞങ്ങൾ ലഭിക്കാത്ത മറ്റൊരാത്മാവ്. ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയും. സ്തോത്രം. എല്ലാ ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ആമേൻ. മറ്റവനിൽ നിന്ന് വരുന്ന ആത്മാവുണ്ട്. അവനും എന്ത് ചെയ്യും? പ്രോഫസി ചെയ്യും, അല്ലേ? ആമേൻ. പൗലോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആമേൻ, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം ഞങ്ങളോട് അറിയിച്ചവർ. എന്തോ കറക്റ്റ് ദൂതായിരുന്നു. സ്തോത്രം. പക്ഷേ പൗലോസ് തുറച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ആത്മാവ് പോയി. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതവും അടയാളവും ഒക്കെ നടക്കുന്നത് ആമേൻ ശരിയായിട്ടുള്ള ആത്മാവിലാകണമെന്നില്ല.
സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണല്ലോ മോശ ചെയ്തതെല്ലാം മറ്റവർക്കും ചെയ്യാൻ പറ്റിയേ. എന്തുകൊണ്ട് എക്സ്ക്ലൂസിവിറ്റി അവിടെ വന്നില്ല? സ്തോത്രം. പക്ഷേ ആമേൻ, കടിഞ്ഞൂളുകളെ സംഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി യേശു മാത്രമാണ് റിയൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വൈകിയവരിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, ആമേൻ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി ഈ വല്ലാണ്ട് ആത്മാവിനാലൊക്കെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കുറെ അത്ഭുതം കാണിച്ചത് കൊണ്ടോ, കുറെ അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ, ആത്മാവിൽ നിറഞ്ഞാടിയത് കൊണ്ടോ ആത്മാവ് ദൈവികമാകണമെന്നില്ല. ആത്മീക ദൈവികമാണ് എങ്കിൽ അവൻ ദൈവത്തിന്റെ പൈതലായിരിക്കും. കർത്താവിൽ നിന്ന് ജനിച്ചവരെല്ലാം ദൈവത്തിന്റെ മക്കളാ. സ്തോത്രം. ആത്മാവിൽ നിന്ന് ജനിച്ചവർ ദൈവത്തിന്റെ മക്കളാ. അവർ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഉള്ളവരായിരിക്കും. എന്നിട്ട് പറയുന്നു മറ്റൊരു സുവിശേഷം. മറ്റൊരു സുവിശേഷം. നമുക്കറിയാം, നമ്മുടെ മേജറായിട്ടുള്ള എല്ലാ പെന്തക്കോസ് വലിയ സംഘടനകളുടെ ഒക്കെ ജനറൽ കൺവെൻഷൻ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ വിമർശിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, എത്രയിടത്ത് യേശുവിന്റെ നിർമ്മലമായ സുവിശേഷം നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു? ഞാൻ വിമർശിക്കുന്നില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളും പ്രസംഗിച്ച വേദികളുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം അനുഗ്രഹിക്കുന്ന സുവിശേഷം മാത്രമല്ല, രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമാണ്. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നു. ആമേൻ. We preach Christ crucified. ഞങ്ങൾ പ്രസംഗിക്കുന്നത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അതാണ് ഞങ്ങളുടെ സുവിശേഷം. സ്തോത്രം. ഇന്ന് അത് മാത്രം കേൾക്കത്തില്ല, ബാക്കിയെല്ലാം കേൾക്കൂല്ലേ? കർത്താവ് ബോംബെയിൽ ചെയ്തതും അമേരിക്കയിൽ ചെയ്തതും ഒരാൾ ഇവിടെ വന്ന് 1.5 മണിക്കൂർ പറയുകയും കുറെ അന്യഭാഷയിൽ അടിച്ചു തകർക്കുകയും 2-3 പാട്ട് പാടി നിങ്ങളെ ആനന്ദിപ്പിച്ചു വിട്ടാൽ നമുക്കെന്നാ ഗുണം? സ്തോത്രം. വേദപുസ്തകത്തിൽ നിന്ന് 10 വാക്യം പഠിച്ചാൽ അത് ഹൃദയത്തെ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടുത്തും. ഒന്നും പറയാൻ അറിഞ്ഞുകൂടെങ്കിലും കർത്താവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് കവലയിൽ നിന്ന് വിളിച്ചു പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ദൈവം രൂപാന്തരപ്പെടുത്തും. ആമേൻ. അമേരിക്ക നടക്കുന്ന അത്ഭുതം കേട്ടിട്ട് ആരും ആമേൻ യേശുവിനെ ഏറ്റെടുത്തിട്ടില്ല. യേശു മാത്രമാണ് കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടതെന്ന് പറയുമ്പോഴാണ് സർപ്പം ഹവ്വായി ഉപായത്തിൽ ചതിച്ചതുപോലെ ഇന്നത്തെ സഭയെ ചതിക്കുന്നത് ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഞാൻ പോയാലും ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു. നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടി തകർന്ന യേശുവിനെയാ. നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ സന്ദേശമാണ്. നമുക്ക് വേണ്ടത് ആത്മാവ് ഉയരത്തിൽ നിന്ന് അയച്ച ശക്തിയുടെ വെളിപ്പെടുത്തലുകളാ. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകാതെ യേശുവിന്റെ വരവിന് വേണ്ടി അവലോടെ കാത്തിരിക്കാം. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന അവന്റെ വരവാസന്നമായി അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ. പ്രൈസ് ദി ലോർഡ്.